എന്തായാലും ഏറ്റവും മനോഹരമായുള്ള കാഴ്ചയിലേക്കാണ് വീരഭദ്രസ്വാമിയുടെ മുന്നിലേക്ക് ക്ഷേത്രത്തിന് ഒരു വലം വെച്ചുകൊണ്ട് അമ്മ ഇതാ എത്തിയിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായുള്ള ആ ഒരു നിമിഷത്തിലേക്ക് സാക്ഷിയാകുകയാണ് ഭക്തസഹസ്രങ്ങളൊക്കെയും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതേ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചടങ്ങ് കൂടി നടക്കുകയാണ്. ഈ നവരാത്രി ദിവസങ്ങളിൽ ഈ മഹാനവമി ദിനത്തിൽ അമ്മയുടെ അനുഗ്രഹ വർഷമായി അമ്മ അനുഗ്രഹവർഷമായി നൽകുന്ന ആ നാണയത്തുട്ടുകൾ ജീവിതത്തിലേക്ക് വാങ്ങുക. വരുന്ന ഒരു വർഷം സർവ്വ നേട്ടങ്ങൾക്കും കാരണമാകുന്ന, സർവ്വ സുഖങ്ങൾക്കും കാരണമാകുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ആ നാണയത്തുട്ടുകൾ ഇങ്ങനെ ഭക്തരുടെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഉള്ളത്. എല്ലായിടങ്ങളിലും വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറിക്കൊണ്ട് അമ്മ ഏറി വന്ന ആ പുഷ്പരഥത്തിന് മുന്നിലേക്ക് ഭക്തരങ്ങനെ കാത്തിരിക്കും. എന്തായാലും ഏറ്റവും മനോഹരമായുള്ള, ഏറ്റവും ഭവ്യമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആ ചടങ്ങ്. നിയന്ത്രണങ്ങൾ ഉണ്ടായാലും അതെല്ലാം വിധിച്ചുകൊണ്ട് എല്ലാവരും ആ രഥത്തിനരികിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ച. മക്കൾ തന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നാണയത്തുട്ടിന് വേണ്ടി ഇവിടെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വർഷക്കാലത്ത് അരുൺ പറഞ്ഞതുപോലെ അവരുടെ എല്ലാ ഭാഗ്യങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളിലും എല്ലാത്തിനും തുണയാകുന്ന ആ ഒരു നാണയത്തുട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ഭക്തരും തൊഴുകൈകളാൽ അമ്മയെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. എത്രത്തോളം നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അമ്മ വരുമ്പോൾ എങ്ങനെയാണ് ഏതായാലും ആ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇങ്ങനെ ആ പുഷ്പരഥത്തിന് മുന്നിലേക്ക് ആ ഭക്തരങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാണയത്തുട്ടുകൾ, ആ അമ്മ വർഷിക്കുന്ന അനുഗ്രഹ വർഷമായി ലഭിക്കുന്ന ആ നാണയത്തുട്ടുകൾ വാങ്ങുക, അല്ലെങ്കിൽ അമ്മയുടെ ആ അനുഗ്രഹം നേരിട്ട് വാങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ഭക്തരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ചടങ്ങുകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. നവരാത്രി ദിവസത്തിൽ ആ മഹാനവമി ദിനത്തിൽ അമ്മയുടെ തിരുമുന്നിൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഭവ്യമായ ആ ചടങ്ങിന് കൂടി സമാപനമാകുകയാണ്. എന്തായാലും പുഷ്പരഥത്തിൽ, അലങ്കരിച്ച പുഷ്പരഥത്തിൽ, വിവിധ വർണ്ണങ്ങൾ കൊണ്ടുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ രഥത്തിൽ അമ്മ അങ്ങ് എത്തിയിരിക്കുകയാണ്. എന്തായാലും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ മാറിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യം. വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത് ഇന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അത്യാഹിതങ്ങളൊക്കെ തന്നെ ഉണ്ടാകാതിരിക്കുക ഈ നാണയം പിന്നീട് ഭക്തർക്ക് നൽകുന്ന ഒരു സാഹചര്യമായിരിക്കാം നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യം, നിയന്ത്രണങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുക്കിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ഭക്തരൊക്കെ തന്നെ അമ്മയുടെ അടുത്തേക്ക്, അമ്മയുടെ അരികിലേക്ക്, അമ്മയുടെ ആ പുഷ്പരഥത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. എന്തായാലും ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അമ്മ കരിഞ്ഞനുഗ്രഹിച്ച് നൽകുന്ന ആ നാണയത്തുട്ടുകൾ അത് കരസ്ഥമാക്കുക എന്നതാണ്. അമ്മയുടെ അനുഗ്രഹ വർഷമായി ലഭിക്കുന്ന ആ നാണയത്തുട്ടുകൾ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ്. അമ്മയുടെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുക എന്നുള്ള ആ അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ആ ഭാഗ്യത്തിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഭക്തരൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു മനോഹരമായുള്ള ഒരു നിമിഷം, ഈ ഒരു മനോഹരമായുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് ഭക്തസഹസ്രങ്ങളൊക്കെയും കാത്തിരുന്നത്. എന്തായാലും കൃത്യം 1:15 കൂടി തന്നെ ഈ ചടങ്ങുകളൊക്കെയും നടന്നു. എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളതായി അതിനാൽ ഈ നാണയങ്ങൾ അമ്മ അനുഗ്രഹ വർഷമായി ആ ജലത്തിൽ നിന്നും അങ്ങ് പ്രവഹിക്കുന്ന ആ നാണയങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറക്കുകയാണ്. എന്തായാലും ഭക്തർക്ക് നേരിട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ വരുന്നു. എന്തായാലും നിയന്ത്രണങ്ങൾ അത് വലിയ പ്രതിസന്ധിയായി, പ്രശ്നങ്ങളായി ഒക്കെ തന്നെ നിലനിൽക്കുകയാണ്. കാരണം നിയന്ത്രിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഒരുക്കേണ്ടി വന്നിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ഭക്തിസാന്ദ്രമായുള്ള ഒരു കാഴ്ച, എല്ലായിടങ്ങളും അങ്ങ് അമ്മേ എന്നുള്ള ഒറ്റ മന്ത്രത്തോടെ ഈ ഒരു സന്നിധിയിലേക്ക് എത്തുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു കാഴ്ച തന്നെയാണ്. എല്ലായിടങ്ങളിലും അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം തേടി ഈ നവരാത്രി ദിനത്തിൽ, ഈ ഒരു മഹാനവമി ദിനത്തിൽ അമ്മയുടെ മണ്ണിലേക്ക് എത്തുക, അമ്മയെ ഒരു നോക്കെങ്കിലും കാണുക, ഈ പുഷ്പരഥത്തിലേറി സർവാലങ്കാരം എന്ന അമ്മയെ ഒന്ന് കാണുക എന്നുള്ള മനോഹരമായുള്ള ആ പുഷ്പരഥോത്സവം കാണുക. ഇതിൽ പരം എന്താണ് ജീവിതത്തിൽ ലഭിക്കേണ്ട മനോഹരമായുള്ള ഓരോ ഭക്തനും, ഓരോ അമ്മയുടെ ഓരോ മക്കളും ഇവിടെ നിന്ന് ആ മനസ്സിൽ ആലോചിച്ചു പോകുന്നത്.
തീർച്ചയായിട്ടും അരുൺ, നമുക്ക് കാണാം ഇവിടെ ഓരോ ഭക്തരും അമ്മയെ ഒന്ന് അരികിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ്. അമ്മയെ ഈ പോലീസൊക്കെ എത്രയോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ അമ്മയെ കാണുന്നതിൽ നിന്ന് അതൊന്നും അവരെ തടയുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അവർ അമ്മയുടെ അരികിലേക്ക് പോയി ആ പുഷ്പരഥത്തിലിരിക്കുന്ന അമ്മയെ ഒന്ന് അരികിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നാണയത്തുട്ടുകളെ ഓരോ ഭക്തരിലേക്കും നേരിട്ട് എത്തിക്കാനുള്ള അവരുടെ തീരുമാനമുണ്ടെങ്കിൽ പോലും എന്നാലും അവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നുള്ളതാണ്. വരികളെല്ലാം ഭേദിച്ചുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് പോവുകയാണ്. എന്തായാലും മൂകാംബികയിലെ ഭക്തി എന്ന് പറയുന്നത് എത്രത്തോളം ആണ് അമ്മയ്ക്ക് മക്കളോടുള്ള പ്രിയം, ഒപ്പം തന്നെ മക്കൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാഴ്ച തന്നെയാണ് മൂകാംബികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം അമ്മയോടുള്ള സ്നേഹം എല്ലാ ഭക്തൻ്റെയും മുഖത്ത് നമുക്ക് കാണാം. അമ്മയോട് തങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയിലേക്ക് അലിഞ്ഞു ചേരുന്ന ഓരോ ഭക്തനെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഭക്തർ, ഒപ്പം കൈകൾ കൂപ്പിക്കൊണ്ട് അമ്മയുടെ നാമജപങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഒരു മൂകാംബിക. അത്രത്തോളം ഭംഗിയും ശോഭയിലും നിറഞ്ഞു നിൽക്കുകയാണ് മൂകാംബിക എന്നുള്ളത് കൂടിയാണ് അരുൺ. എന്തായാലും ആ പുഷ്പരഥോത്സവത്തിൻ്റെ ചടങ്ങുകൾ അങ്ങ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും പുഷ്പരഥത്തിൽ നിന്നും അമ്മയെ പല്ലക്കിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇനി നടക്കുന്നത്. എന്തായാലും ഏറെ വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ട് ഒരു വലിയ ഭക്തജന സഞ്ചയം ഈ ഒരു മണ്ണിലേക്ക് ഒഴുകിയെത്തി, ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തി എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അനുഗ്രഹ വർഷമായി അങ്ങനെ മഴ കൂടിയെത്തുന്നു. എല്ലാം അമ്മയുടെ അനുഗ്രഹം അമ്മ തീരുമാനിക്കുന്നതാണ് ഇവിടെയൊക്കെയും നടക്കുക. അമ്മ തീരുമാനിച്ചാൽ മാത്രമാണ്, അമ്മ വിളിച്ചാൽ മാത്രമാണ് ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ കഴിയുക. അതോടൊപ്പം തന്നെ എല്ലാ ചടങ്ങുകളും അമ്മ ആ ഒരു വലിയ വിശ്വാസം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു നിമിഷം പങ്കുവെക്കാൻ കഴിയുന്നത്. എന്തായാലും ഭക്തിയുടെ നിറവിൽ, വിശ്വാസത്തിൻ്റെ പെരുമയിൽ, പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും പ്രൗഢമായ രീതിയിൽ ആ അമ്മയുടെ പുഷ്പരഥോത്സവം അങ്ങ് സമാപിക്കുകയാണ്. ആ പുഷ്പരഥത്തിൽ നിന്നും, ഏറ്റവും അലങ്കരിച്ച പുഷ്പരഥത്തിൽ നിന്നും അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു ദൃശ്യങ്ങൾ കൂടിയാണ്. ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായ ഒരു നിമിഷമാണിത്. കാരണം അത്ര വലിയ ഒരു കാത്തിരിപ്പായിരുന്നു ഭക്തർക്ക് ഉണ്ടായിരുന്നത്. ഈ രഥോത്സവം ഒന്ന് കാണുക എന്ന്, അമ്മയിൽ നിന്നും അനുഗ്രഹിച്ച് ലഭിക്കുന്ന, അമ്മ സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് വർഷിക്കുന്ന ആ നാണയത്തുട്ടുകൾ ലഭിക്കുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസമാണ്, ഏറ്റവും ഭവ്യമായ ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസമാണ്. എന്തായാലും ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അമ്മ ആ പല്ലക്കിലേക്ക് തന്റെ മക്കളെല്ലാം കണ്ടതിന് ശേഷം അമ്മ മടങ്ങുകയാണ് ശ്രീകോവിലിലേക്ക്. ആ ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. പല്ലക്കിലേക്ക് അമ്മ മടങ്ങിപ്പോകുമ്പോൾ ഓരോ ഭക്തരും അവസാന നിമിഷം ഒരിക്കൽ കൂടി അമ്മയെ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി അമ്മയെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുഷ്പരഥത്തിൽ നിന്ന് പല്ലക്കിലേക്ക് ഇറങ്ങി വരുന്ന അമ്മയെ ഒരു നോക്കുകൂടി കാണാൻ വേണ്ടിയിട്ട് ഭക്തർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലായിടങ്ങളും അങ്ങനെ അമ്മയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജനനിബിഡമാണ്. അമ്മയുടെ മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്ര സന്നിധി ഉണ്ടാകെ. എല്ലായിടങ്ങളിലും ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മഴയൊന്നും തന്നെ ആ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. കാരണം അമ്മയിലേക്ക് സർവ്വതും സമർപ്പിച്ച് അമ്മയുടെ ഒരു വിളിയിൽ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയ ഭക്തജനങ്ങളാണ്. അങ്ങനെ ഒരു വൈകാരികമായുള്ള ഒരു അടുപ്പമാണ് ഭക്തർക്കെല്ലാം തന്നെ അമ്മയോടുള്ളത്. എന്തായാലും ഈ ചടങ്ങ് തുടങ്ങിയ സമയത്തും ഇതുപോലെ തന്നെ മഴ പെയ്തിരുന്നു. ഈ ചടങ്ങ് അവസാനിക്കുന്ന സമയത്തും അമ്മയുടെ അനുഗ്രഹ വർഷമായി, അമ്മയുടെ ഒരു അനുഗ്രഹമായി അതിങ്ങനെ പെയ്തിറങ്ങുകയാണ് ഭക്തരുടെ മനസ്സിലേക്ക്. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ അലിഞ്ഞു പോവുകയാണ്. അതുതന്നെയാണ് ഈറനണിഞ്ഞ കണ്ണുകൾ കൊണ്ട് ഭക്തരങ്ങനെ ഈ ഒരു മഹത്തായ ഏറ്റവും ഭവ്യമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇനി ഒരു വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞ് അടുത്ത നവരാത്രി ദിവസമാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുക. എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം അപൂർവമായി ലഭിക്കുന്ന ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും
ദിവസം ജീവിതത്തിലെ അമൂല്യങ്ങളിൽ അമൂല്യമായ ഒരു ദിവസം. ആ ഒരു ദിവസത്തിനായുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്രയോ ഭക്തരാണ്, മലയാള നാട്ടിൽ നിന്ന് പോലും എത്രയോ ഭക്തരാണ് അമ്മയുടെ മുന്നിലേക്ക് എത്തിയത്. എന്തായാലും ആ ഒരു ചടങ്ങിന് ഇവിടെ സമാപനമായിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും നാമമന്ത്ര ജപം മുഖരിതമാകുന്ന, അമ്മയുടെ നാമങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന ആ ചടങ്ങ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. ഇനിയും ഒരുപാട് ഭക്തരുണ്ട് അമ്മയുടെ ദർശനം കാത്ത്. ഈ ഒരു പുണ്യമായുള്ള ദിവസത്തിൽ അമ്മയെ ഒന്ന് ഒരു നോക്ക് കാണുവാൻ കഴിയാത്ത ഒരുപാട് ഭക്തരുണ്ട്. പുറത്തങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട്. അവർക്കൊക്കെ തന്നെ ദർശന പുണ്യം നുകർന്ന ആയിരങ്ങൾ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ അമ്മ രഥത്തിൽ തൻ്റെ പ്രജകളെ കണ്ടതിന് ശേഷം, തൻ്റെ മക്കളെ കണ്ടതിന് ശേഷം പല്ലക്കിൽ തിരികെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയ സുലഭ നിമിഷങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്.